ഹലോ കൂട്ടുകാരെ, ഞാനിപ്പം ഇവിടെ ഒരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നു വീട്ടിന് മുമ്പിൽ. വിളിച്ചു പറഞ്ഞു 20 രൂപ കിലോ തക്കാളി. ഇപ്പം ഞാൻ വാങ്ങിയതാണ്, 2 കിലോ തക്കാളി വാങ്ങിച്ചു. അതാണ് ഈ കാണുന്നത്, സഞ്ചിയിൽ വാങ്ങിയത്. ഈ തക്കാളിക്ക് സൂക്ഷിക്കുന്നതിനൊരു പണ്ടൊക്കെ ഞാൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പം ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും അതിൽ 3-4 ചീഞ്ഞ് പോയിട്ടുണ്ടാവും. അപ്പം ഏതോ ഒരു ഇതിലിങ്ങനെ കണ്ടു, ഒരു മെസ്സേജ്, ഏതോ ഒരു ടിപ്പായിട്ട് കണ്ടു. നമ്മൾ ഇങ്ങനെ ഏതെങ്കിലും പാത്രം എടുക്കുക. ഞാൻ ഈ പാത്രം എടുത്തിട്ടുള്ളത്. ഈ പാത്രത്തിൽ തക്കാളിയുടെ ഈ ഭാഗമില്ലേ, ഈ ഞെട്ടുള്ള ഭാഗം, അത് അങ്ങോട്ട് തിരിച്ചിട്ട് ഇങ്ങനെ ഈ ഞെട്ടുള്ള ഭാഗം താഴോട്ടാക്കിയിട്ട് ഇതൊക്കെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഈ തക്കാളി ചീഞ്ഞു പോകാതെ കുറേ ദിവസം ഇരിക്കും എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് കേട്ടപ്പം ശരിയാണോ എന്ന് നോക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാനിതാ ഈ തക്കാളിയൊക്കെ കൊണ്ടുവന്ന തക്കാളിയൊക്കെ ഇങ്ങനെ ഈ പാത്രത്തിൽ അതിൻ്റെ ഞെട്ട് ഭാഗം താഴോട്ടാക്കിയിട്ട് ഇങ്ങനെ വെക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ച് തുടങ്ങി. അപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ അങ്ങനെയാണ് വെക്കാറ്. അപ്പം തക്കാളി ഒന്നും ചീഞ്ഞു പോവാതെ കുറേ ദിവസങ്ങളോളം, ആഴ്ചകളോളം എന്ന് തന്നെ പറയാം, കേടുകൂടാതെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. ചീഞ്ഞു പോവാതെ, കേടുപോകാതെ. അപ്പോൾ അതൊരു ടിപ്പായിട്ട് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചാണ്. ഞാനിപ്പോൾ വാങ്ങിക്കൊണ്ടുവന്ന തക്കാളിയാണിത്. ഇതൊക്കെ ഞാൻ ഇതുപോലെ ഇങ്ങനെ പാത്രത്തിൽ വെച്ചാൽ കുറേ ദിവസത്തേക്കത് ചീഞ്ഞു പോകാതെ ഇരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയായിരിക്കും ഇത്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ.